തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനെ ആരാധിക്കുവാൻ മനോഹരമായ ചിന്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോട് ചേർന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാനാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-11. John's chapter 19 verses 10 and 11. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പായി പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വായിക്കുന്നു: പീലാത്തോസ് അവരോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിഞ്ഞില്ലേ? ഈ ചോദ്യം കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞത്, മേലിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ഒരു അധികാരവും എന്റെ പേരിൽ ഉണ്ടാകില്ലായിരുന്നല്ല. ഇതേ സുവിശേഷത്തിന്റെ തന്നെ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു: ദൈവം കൃത്യമായിട്ട് അധികാരം കൊടുത്തതായിട്ട് ആ വാക്യത്തിൽ പറയുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാക്കുവാൻ അവൻ അധികാരം കൊടുത്തു. ആ അധികാരം കർത്താവ് കൊടുത്തതാണ്. പക്ഷെ പീലാത്തോസ് ഒരുപക്ഷെ കർത്താവിനെ ഒരു അല്പം സഹതാപം തോന്നി എന്ന് നമുക്ക് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ. കാരണം കർത്താവ് എന്തെങ്കിലും കുറ്റം ഏറ്റുപറയുകയാണെങ്കിൽ സ്വയമായിട്ട് അത് സമ്മതിച്ചു കൊടുക്കാനും അവനെ വിടുവിക്കാനും ഒരു സോഫ്റ്റ് കോർണർ അവിടെ കാണിച്ചു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പക്ഷെ കർത്താവ് അതല്ല പറഞ്ഞത്, മേലിൽ നിന്ന് നിനക്ക് ലഭിച്ചിട്ടല്ലാതെ ഒരു അധികാരം നിനക്ക് എന്റെ മേലില്ല. ഒരു സർപ്പദർശനമേറ്റ ഒരു മനുഷ്യൻ, സർപ്പദംശനം ഏറ്റ മനുഷ്യൻ, അതായത് ഒരു പാമ്പ് കടിയേറ്റ ഒരു മനുഷ്യൻ, അവനിലേക്ക് ആ ഉഗ്രവിഷം എത്രമാത്രം ശക്തിയോടെ കയറി വരുന്നോ അതുപോലെ തന്നെയാണ് നാം ചെയ്യുന്നത്. നമ്മുടെ ഓരോ പാപങ്ങളും കർത്താവ് ഏറ്റെടുത്തപ്പോൾ കർത്താവിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അവൻ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവന്റെ വിയർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളികൾ പോലെ നമ്മുടെ ആഗമനം നാം ഏറ്റവും കുഴഞ്ഞ ചേറ്റിലും താണ കുഴിയിലുമായിരുന്നു. ഒരിക്കലും നമ്മളെ ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് സാധാരണ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കാനായിട്ട് സ്വയം ഇറങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി ആ കാൽവരുടെ കൊലകളത്തിൽ അടിയേറ്റ് അവന്റെ മാംസകഷ്ണങ്ങൾ പിച്ചിപ്പറിക്ക രീതിയിൽ അവനെ ചവിട്ടിക്കൊണ്ട് അവൻ പിടിച്ചു. മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ആ കൈക്കാലുകളെ വിരിച്ച് 2 കള്ളന്മാരുടെ മധ്യേ നമുക്ക് വേണ്ടി അവൻ തീർന്നു. ഇന്ന് നാം ആ മരിച്ച കർത്താവിനെയല്ല ഉയർത്തെഴുന്നേറ്റ് നമുക്ക് മഹിമയുടെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി വിരാജിക്കുന്ന ആ മഹാപുരോഹിതനെ നമുക്കിന്ന് വണങ്ങാം. നാം കൊണ്ടുവന്ന എല്ലാ സ്തുതി സ്തോത്ര യാഗങ്ങളും അവന് വിലർപ്പിക്കാം. അതിന്റെ നാമം വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാം.